അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു റമദാന് കൂടി സാക്ഷിയാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകിയിരിക്കുകയാണ്. ഒരുപാട് പുണ്യങ്ങളും പ്രതിഫലങ്ങളുമൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അസുലഭ അവസരമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഓരോ റമദാനുകളും എന്ന് പറയുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്: അത്താക്കും ഷഹ്റു റമദാൻ ഷഹ്റുൻ മുബാറക്. നിങ്ങൾക്ക് വന്നെത്തിയിട്ടുള്ളത് അനുഗ്രഹീതമായ മുബാറക്കായ ഒരു മാസമാണ് എന്ന്. പലതരത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും അതിനിടയിൽ വിശുദ്ധ റമദാൻ നമുക്ക് നൽകുന്ന സന്തോഷം എന്ന് പറയുന്നത് വലുതാണ്. അത് വിശുദ്ധ റമദാനിൻ്റെ മഹത്വത്തെ കൃത്യമായി ഉൾക്കൊണ്ട ആളുകൾക്ക് ആ ഒരു സന്തോഷം ലഭിക്കുകയുള്ളൂ. ആളുകളിൽ ബഹുഭൂരിഭാഗവും നോമ്പിന്റെ യഥാർത്ഥ സത്തയെ അല്ലെങ്കിൽ നോമ്പിന്റെ യഥാർത്ഥ ആത്മാവിനെ ഉൾക്കൊള്ളാതെയാണ് നോമ്പെടുക്കുന്നത്. വയറിനും വായയ്ക്കും ചില റെസ്റ്റുകൾ ഉണ്ട് എന്നതല്ലാതെ അതിനപ്പുറം പല ആളുകൾക്കും ഒരു നിയന്ത്രണം അവരുടെ മറ്റ് കാര്യങ്ങളിലൊന്നുമില്ല. അപ്പൊ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് റമദാൻ കടന്നു വരുമ്പോൾ നമ്മുടെ നാവിനെ തന്നെയാണ്. കാരണം അറിഞ്ഞോ അറിയാതെയോ ഒക്കെ കളവുകളും ഒരു വേള പരദൂഷണവും അതല്ലെങ്കിൽ റബ്ബിന് ഇഷ്ടമില്ലാത്ത വാക്കുകളും സംസാരങ്ങളൊക്കെ നമ്മുടെ നാവുന്ന് വരും. ഇപ്പൊ രാവിലെ മുതൽ വിശന്ന് ദാഹിച്ച് ഒരുപാട് നമ്മളെ നിയന്ത്രിച്ചു പോയിട്ട് ഈ പറഞ്ഞ ഒന്നോ രണ്ടോ വാക്കുകൾ കൊണ്ട് നമ്മുടെ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോയാൽ അത് വലിയൊരു നഷ്ടമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്: മല്ലം യദഅ ഖൗല الزൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തു ഫി അൻ യദഅ തആമഹു വശറാബഹു. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. ആ ഹദീസിൽ പറയുന്നത് ഇതാണ്: മല്ലം യദഅ ഖൗല الزൂർ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ, ആ വാക്കുകൾ ഒഴിവാക്കാൻ തയ്യാറാകാത്ത ഒരു മനുഷ്യൻ, വൽ അമല ബിഹി, റബ്ബിന് ഇഷ്ടമില്ലാത്ത ചില പ്രവർത്തികൾ അത് ഒഴിവാക്കാത്ത ആളുകൾ, ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. അങ്ങനെയുള്ള ആളുകളുടെ വിശപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ദാഹമോ ഒന്നും അള്ളാഹുവിന് ആവശ്യമില്ല എന്നാണ്. വേറൊരു ഹദീസിലുള്ളത് ഇങ്ങനെയാണ്: റുബ്ബ സ്വാഇമിൻ, എത്രയോ നോമ്പുകാരാണ് ലൈസ ലഹു മിൻ സിയാമിഹി ശൈഉൻ, അവർ നോമ്പെടുക്കുന്നവരാണ്, പക്ഷേ ഒരു പ്രതിഫലവും അവർക്ക് അതിലൂടെ ലഭിക്കുന്നില്ല എന്ന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നോമ്പെടുക്കുന്നതിൽ വലിയൊരു വിഭാഗം ആളുകൾ പ്രതിഫലാർഹരാകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ റമദാൻ കടന്നു വരുമ്പോൾ അതിന്റെ ആരംഭത്തിൽ ഇതൊക്കെ നമ്മളൊന്ന് കാര്യമായി ശ്രദ്ധിക്കുന്നത് നല്ലത് തന്നെയാണ്. അതേപോലെ നമുക്കറിയാം, പല ആളുകളും കുടുംബത്തിലുള്ള ആളുകളായിട്ട് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കാരണങ്ങളുടെ ഒക്കെ പേരിൽ പിണങ്ങി തെറ്റി ഒക്കെ നിൽക്കുന്നുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിണക്കങ്ങൾ അത് നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടുന്നതിന് വലിയൊരു തടസ്സമാണ്. തടസ്സം എന്ന് പറഞ്ഞാൽ പോലെ വലിയൊരു മതിൽക്കെട്ട് പോലെ നിൽക്കുന്നുള്ളതാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഒരു ഹജ്ജിന് പോവാണെങ്കിൽ
എത്ര പിണങ്ങി നിൽക്കുന്നവരാണെങ്കിലും, എത്ര തെറ്റി നിൽക്കുന്നവരാണെങ്കിലും നമ്മളൊന്നും നോക്കാതെ അവൻ്റെ അടുത്ത് പോയി ഹജ്ജിന് പോവാണ്, പൊരുത്തപ്പെടണം, പറഞ്ഞു പോയിട്ടുണ്ട്, ചെയ്തു പോയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പൊരുത്തപ്പെടിക്കാറുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ഹജ്ജിന് പോവാണല്ലോ. അപ്പൊ ആ പോകുമ്പോ ഇവിടുന്ന് പിണക്കങ്ങളും ബന്ധം വിച്ഛേദിക്കലുകളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയാൽ ആ കർമ്മം സ്വീകരിക്കപ്പെടില്ല എന്നുള്ളത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് പിണക്കങ്ങളൊക്കെ മാറ്റുന്നത്. എന്നതുപോലെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, എൻ്റെ അമലുകളുമായിട്ട് എൻ്റെ അമല് രേഖപ്പെടുത്തി വെക്കുന്ന മലക്ക് അള്ളാഹിന്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ആദ്യം എൻ്റെ റബ്ബ് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ നോമ്പാണ്. അപ്പൊ അത്രയേറെ മഹത്തായ ഒരു കർമ്മത്തിന് സാക്ഷിയാകുന്ന ഈ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, ആരെങ്കിലൊക്കെ ആയിട്ട് അകൽച്ചയും പിണക്കവും ഒക്കെ ഉണ്ട് എങ്കിൽ അതെല്ലാം തീർക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതൊരു പക്ഷേ ന്യായം അപ്പുറത്താണോ ന്യായം ഇപ്പുറത്താണോ എന്നൊന്നും നമ്മൾ നോക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നോമ്പിന് ഒരുപാട് പ്രതിഫലം ലഭിക്കും എന്നതിന് പുറമെ നാം എടുക്കുന്ന നോമ്പ് സംസാരിക്കും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. കാരണം പരലോകത്ത് പലതും സംസാരിക്കും. ഭൂമി സംസാരിക്കും, തൊലി സംസാരിക്കും, മനുഷ്യന്റെ ശരീരത്തിലെ അവയവങ്ങൾ പലതും സംസാരിക്കും. അക്കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്വിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളില് നോമ്പും അതുപോലെ ഖുർആനും ശുപാർശ പറയാനായിട്ട് വരും, ഷഫാഅത്ത് ചെയ്യാനായിട്ട് വരും. അപ്പൊ അവിടെ നോമ്പ് അള്ളാഹുവിനോട് പറയുന്നത് ഇതാണ്, യഖൂലു സിയാമു ഐ റബ്ബി, എൻ്റെ റബ്ബേ, മനഅതുഹു തആമ വശഹവാത ബിന്നഹാരി, ഇവൻ എനിക്ക് വേണ്ടി അവന്റെ ദേഹേച്ഛകളെല്ലാം മാറ്റിവെച്ചു, എനിക്ക് വേണ്ടി അവൻ ഭക്ഷണം മാറ്റിവെച്ചു, അതുകൊണ്ട് ഞാൻ കാരണമായി നീ ഇവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് ഓരോ നോമ്പുകളും നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നവരാണ്. അപ്പൊ നമ്മൾ ആ രൂപത്തിൽ റമദാൻ വ്രതത്തെ ഉൾക്കൊള്ളണം എന്നാണ്. മറ്റൊരു ഹദീസിലുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ചില നന്മകൾ ആളുകൾ ചെയ്താൽ അള്ളാഹു ചിലർക്ക് അതിന് 10 കൂലി കൊടുക്കും, ചിലർക്കത് 100 ആകാം, 200 ആകാം, 700 ആകാം. അങ്ങനെ പ്രതിഫലത്തിന്റെ വലിപ്പം ഇങ്ങനെ ഏറിപ്പോകുന്ന, ആ പ്രതിഫലം ഏറാനും കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് നീയത്താണ്. നീയത്ത് അല്ലെങ്കിൽ ഇഖ്ലാസ്, ഇത് കൂടുന്നതിനനുസരിച്ച് പ്രതിഫലം കൂടിക്കൊണ്ടിരിക്കും, കുറയുന്നതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുല്ലു അമലി ബനി ആദമ യുദാഅഫ, മനുഷ്യൻ ചെയ്യുന്ന, ആദമിന്റെ സന്തതികൾ ചെയ്യുന്ന എല്ലാ നന്മകളും എല്ലാ പുണ്യകർമ്മങ്ങളും അള്ളാഹു ഒന്നിനൊന്ന് നല്ല കൊടുക്കുക, ഒന്നിന് ഒരുപാടാണ് അള്ളാഹു കൊടുക്കുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ഹസനതു ബിഅശ്രി അംസാലിഹാ ഇലാ 700 ദൈഫ്, ഒരു നന്മയ്ക്ക് 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇല്ല സൗമ, നോമ്പിനൊഴികെ, ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി, നോമ്പിന് ഞാനാണ് പ്രതിഫലം കൊടുക്കുക. അതുകൊണ്ട് ഈ 700 എന്ന പ്രതിഫലത്തിലല്ല നോമ്പിന്റെ പ്രതിഫലം നിങ്ങൾക്ക് നിൽക്കുക, അതിലേറെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്ന. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഹദീസിന്റെ അവസാനത്തിൽ പറഞ്ഞു, ഒരു നോമ്പുകാരൻ അവൻ നോമ്പെടുക്കുന്ന വേളയിൽ 2 സന്തോഷം അവൻ അനുഭവിക്കും. ഒന്ന്, അവൻ നോമ്പ് തുറക്കുമ്പോൾ ആ ഈത്തപ്പഴം വായിൽ വെച്ച് അതുകൊണ്ട് നോമ്പ് തുറക്കുമ്പോൾ അവന് കിട്ടുന്ന സന്തോഷം. രണ്ടാമത്, ഒരു നോമ്പുകാരനാണ് എന്ന നിലയ്ക്ക് റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അവിടെ വെച്ച് ലഭിക്കുന്ന ഭയങ്കരമായ സന്തോഷം എന്ന് പറയുകയാണ്. ഈ 2 സന്തോഷങ്ങളും നേടിയെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതേപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ചില ആളുകള് ഈ ഫർള് നോമ്പെടുക്കാൻ അവർക്ക് വലിയ ഇഷ്ടമാണ്. ഫർള് നോമ്പില് വളരെ സീരിയസ് ആയിട്ട് അതിലെ ഒരു വീഴ്ചയും വരുത്താതെ നോമ്പെടുക്കും. പക്ഷെ ഇപ്പൊ റമദാൻ കഴിഞ്ഞാൽ 6 നോമ്പ് വരും. എത്ര ഒഴിവുണ്ടെങ്കിലും അതുപോലെ തന്നെ എത്ര ആരോഗ്യം ഉണ്ടെങ്കിലും
6 നോമ്പ് എടുക്കൂല, സുന്നത്ത് ഒഴിവാക്കും. അപ്പൊ ഒരിക്കലും നമ്മൾ സുന്നത്ത് നോമ്പുകൾ ഒഴിവാക്കരുത്. ഇപ്പൊ ഈ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പ് എടുത്തിരുന്ന മാസം പറയുന്നത് ഷഅബാനാണ്. അപ്പൊ ആ ഷഅബാൻ മാസത്തിൽ നമ്മൾ നോമ്പ് എടുക്കുമ്പോൾ തന്നെ റമദാനിലേക്ക് എന്താ ഒരു റമദാനിന്റെ ആ ഒരു പ്രതീതി, ഷഅബാൻ എത്തുമ്പോൾ തന്നെ റമദാന്റെ ഒരു പ്രതീതി നമുക്ക് ലഭിക്കും. അപ്പൊ നമുക്ക് സുന്നത്ത് നോമ്പ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സുന്നത്ത് നോമ്പ് നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. പ്രത്യേകിച്ച് നമുക്കറിയാലോ, ഇപ്പം ചൂട് കാലത്ത് 50-55 ഡിഗ്രിയിൽ നോമ്പെടുത്ത ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലൈമറ്റ് എത്രയാ? രാവിലെ 14 ഡിഗ്രിയും കൂടിയാലും 30 അപ്പൊ നല്ലൊരു കാലാവസ്ഥയിലാണ് നമ്മൾ നോമ്പെടുത്തുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഒരു സുന്നത്ത് നോമ്പെടുത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്രയാണെന്ന് അറിയുമോ? മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹി ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമി വജ്ഹഹു അനിന്നാരി 70 ഖരീഫ. ഖരീഫ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വർഷമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഒരു സുന്നത്ത് നോമ്പെടുത്താൽ 70 വർഷം നമ്മൾ നടക്കാന്ന് വിചാരിക്കുക. 70 വർഷം നമ്മൾ നടക്കുക. 70 വർഷം നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ദൂരം എത്താൻ പറ്റും അല്ലെ? ഈ 1000കണക്കിന് കിലോമീറ്റർ നമുക്ക് നടന്നെത്താൻ പറ്റും. അപ്പൊ ഒരൊറ്റ സുന്നത്ത് നോമ്പ് എടുക്കുക വഴി നമ്മള് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നത് എത്രയാണ്? 70 വർഷത്തെ വഴിദൂരത. അപ്പൊ നമ്മളൊന്നും വിചാരിക്കുന്ന പ്രതിഫലമല്ല, അതിലേറെ പ്രതിഫലമാണ് ഒരു നോമ്പിന് കിട്ടുന്നത്. അപ്പൊ സുന്നത്തുകൾ എടുക്കാനുള്ള, സുന്നത്ത് നോമ്പ് എടുക്കാനുള്ള ഒരു താല്പര്യം നമുക്കുണ്ടാവണം. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫർള് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും ചെയ്യണം, ഫർള് നമ്മൾ എന്തായാലും എടുക്കണം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഹദിയകളാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മള് ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് നമുക്ക് എല്ലാ മാസവും ജോലി ചെയ്യുന്നതിന് ശമ്പളമായിട്ട് ഒരു 200 ദിനാറ് 250 ദിനാറ് നമുക്ക് കിട്ടുന്നു എന്ന് വെക്കുക. ഇത് മാസാമാസം കിട്ടുന്നതാണ്. അത് കിട്ടുമ്പോ വലിയൊരു സന്തോഷം ഉണ്ടാവില്ല, കാരണം എന്താ, എപ്പോഴും നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഒരു മാസം ഈ 250 ദിനാറ് ശമ്പളം വാങ്ങുന്ന നമുക്ക് നമ്മുടെ കമ്പനിയുടെ മുദീർ നമുക്കൊരു 20 ദിനാറ് വില വരുന്ന ഒരു സാധനം നമുക്ക് ഗിഫ്റ്റായിട്ട് തരാന്ന് വെക്കാം. ഒരുപക്ഷെ മാസാമാസം കിട്ടുന്ന ശമ്പളത്തെക്കാളും നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത് എന്തായിരിക്കും? നമുക്ക് കിട്ടുന്ന ആ ഒരു ഗിഫ്റ്റ് ആയിരിക്കും, ആ ഒരു സമ്മാനമായിരിക്കും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മൾ എടുക്കുന്ന സുന്നത്തുകൾ, അത് തഹജ്ജുദുകളാവട്ടെ, സ്വതക്കകളാവട്ടെ, നോമ്പുകളാവട്ടെ, ദുഹാ പോലെയുള്ള നമസ്കാരങ്ങളാവട്ടെ, അതൊക്കെ എന്ന് പറഞ്ഞാല് അള്ളാഹു സ്വീകരിക്കുന്ന ഹദിയകളാണ്. ആ ഹദിയകള് റബ്ബിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മളൊരു സുന്നത്ത് നോമ്പെടുക്കുമ്പോ, ഒരു സ്വതക്ക ചെയ്യുമ്പോ അള്ളാഹുവിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഹദിയ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹ്ക്ക് സമ്മാനം ആവശ്യമില്ല, മറിച്ച് അതെല്ലാം നമുക്ക് പ്രതിഫലമായി മാറുകയാണെന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് അബൂ ഉമാമ എന്ന സ്വഹാബി വര്യൻ ഒരു ചോദ്യം ചോദിച്ചു, നബിയെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഫഖുൽതു മുർനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എന്നാ പറയും. എന്താണ്? പിന്നെ അദ്ദേഹം ചോദിക്കുകയാണ്, എന്നോട് നബി നിങ്ങളൊന്ന് കൽപ്പിച്ചതാ, എന്നോടൊന്ന് പറഞ്ഞതാ ഒരു നല്ല കർമ്മം. എങ്ങനെയുള്ള കർമ്മം? ഞാനതെടുത്താൽ എനിക്ക് സ്വർഗത്തിൽ പോകണം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറഞ്ഞു, അലൈക ബിസ്സൗം, നീ നോമ്പെടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും ആ സ്വഹാബി ചോദിച്ചു, വേറൊരു കർമ്മം. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പ് തന്നെയാണ്. എന്നിട്ട് ഒരു വാക്ക് പറയുന്നുണ്ട്, ലാ മിസ്ല ലഹു, നോമ്പിന് തുല്യമായി മറ്റൊരു കർമ്മവുമില്ല, മറ്റൊരു പുണ്യവുമില്ല എന്ന്. അതാണ് വ്രതത്തിന്റെ, നോമ്പിന്റെ പ്രതിഫലം എന്ന് പറയുന്നത്. ഒരു ഹദീസിൽ കാണാം, മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരാള് ഈമാനോടുകൂടി, അതുപോലെ അള്ളാഹുവിൽ നിന്ന് എനിക്ക് ഈ നോമ്പിന്റെ പ്രതിഫലം ലഭിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടു കൂടി ഒരാൾ നോമ്പെടുത്താൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം, ചെറുപാപങ്ങളെല്ലാം അതുവഴി പൊറുക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആ ഒരു പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ വ്രതത്തിലൂടെ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. അതേപോലെ ഒരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റയ്യാൻ എന്ന് പറയുന്ന മഹത്തായ
സ്വർഗ കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള സൗഭാഗ്യം നോമ്പുകാരെ നിങ്ങൾക്ക് ലഭിക്കും. നാളെ പരലോകത്തെത്തുമ്പോ സ്വർഗത്തിന് കവാടങ്ങൾ ഏറെയുണ്ട് എന്നും ബാബു സ്വലാത്ത്, ബാബു സദക്ക, ബാബു സക്കാത്ത്, അതേപോലെ തന്നെ ബാബു സിയാം, അതാണ് റയ്യാൻ എന്ന് പറയുന്നത്, ബാബുൽ ഹജ്ജ്, ഇങ്ങനെ സ്വർഗത്തിലെ ഓരോ കവാടങ്ങൾക്കും ഓരോ പേരുകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ നോമ്പുകാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവേശനം നൽകുവാനായി ഒരുക്കി വെച്ചിരിക്കുന്ന കവാടമാണ് റയ്യാൻ എന്ന് പറയുന്ന കവാടം. അപ്പൊ നാളെ പരലോകത്ത് അവിടെ ആളുകൾ കാത്തു നിൽക്കുന്ന സമയത്ത് വിളി വരികയാണ്, മലക്കുകളുടെ വിളി വരികയാണ്, ഐന സ്വാഇമൂൻ, എവിടെ നോമ്പുകാരെ, നിങ്ങൾ എവിടെ എന്ന് ചോദിക്കുമ്പോ കുറേയേറെ ആളുകൾ അവിടുന്ന് എഴുന്നേൽക്കും. ഫയഖൂമൂന, എല്ലാരും അവിടെ എഴുന്നേൽക്കാണ്. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, അവിടെ നോമ്പുകാരല്ലാതെ വേറെ ആരും ആ കവാടത്തിലൂടെ പ്രവേശിക്കുകയില്ല. നോമ്പുകാർ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കവാടം അവിടെ അടയ്ക്കപ്പെടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ റയ്യാൻ എന്ന മഹത്തായ സ്വർഗ്ഗ കവാടത്തിലൂടെ നാളെ പ്രവേശിക്കാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, റമദാൻ എത്തുമ്പോൾ നമുക്കറിയാം, ആരെങ്കിലും നമ്മളോട് അന്യായമായ ഒരു വാക്ക് പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പെരുമാറ്റം ആരെന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ അവിടെ ക്ഷമിക്കുകയാണ്. നമുക്ക് ക്ഷമയുണ്ട്, അല്ലെ? നമ്മൾ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ റമദാൻ എന്ന മഹിതമായ മാസത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് എങ്ങനെ? ഷഹ്റുസ് സബ്ർ, ക്ഷമയുടെ മാസമെന്ന്. ഷഹ്റുസ് സബ്ർ, ക്ഷമയുടെ മാസമെന്ന്. ആ വഴിയുടെ അവിടെ ഇരിക്കല്ലേ, ഒന്ന് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഇരുന്നു, കുഴപ്പമില്ല. അവിടെ റോഡ് ബ്ലോക്ക് ആയിരുന്നു, വഴി ബ്ലോക്ക് ആയിരുന്നവര് പറഞ്ഞാൽ. അപ്പോ ഷഹ്റുസ് സബ്ർ, ക്ഷമയുടെ മാസമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്താനുള്ള കാരണം, നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു വേണ്ടാത്ത വാക്ക്, ദേഷ്യപ്പെട്ടിട്ടുള്ള ഒരു വാക്ക് നിന്നോട് ആരെങ്കിലും പറഞ്ഞാൽ നീ പറയേണ്ട ഇതാണ്, അനസ്വാഹിബൻ, ഞാൻ നോമ്പുകാരനാണ്, അതുകൊണ്ട് ഞാൻ എന്റെ നാവ് എന്റെ വായിന്ന് വേണ്ടാത്തൊരു വർത്താനം വരില്ല എന്ന്. കാരണം നമുക്കറിയാം, അങ്ങനെ ഒരു സംസാരം നമ്മുടെ നാവുന്നുണ്ടായാൽ തീർച്ചയായും അതിന്റെ പ്രതിഫലം, നമ്മുടെ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമെന്ന്. അതേപോലെ നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ മഹിതമായ മാസം ആഗതമായി കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ മുഴുവൻ തുറന്നിടും, നരകത്തിന്റെ കവാടങ്ങൾ മുഴുവൻ റബ്ബ് അടച്ചിടാൻ കൽപ്പിക്കും. അതേപോലെ തന്നെ മുരട്ട് ശീലക്കാരായ പിശാചുക്കളെ അള്ളാഹു ചങ്ങലക്കിടും. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ മഹത്വമെല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കണം റമദാൻ എന്ന ഈ മഹിതമായ മാസത്തിന് നമ്മൾ ഓരോരുത്തരും സാക്ഷിയാകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചോദ്യമുണ്ട്, പിന്നെ ഒരു മനുഷ്യന് റമദാൻ എന്ന മഹിതമായ ഈ മാസം ആഗതമായിട്ടും അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നില്ല എങ്കിൽ പിന്നെ എപ്പോഴാണ് റബ്ബ് സുബ്ഹാൻ അവന്റെ പാപങ്ങൾ അവന് പുറത്തു കൊടുക്കുക എന്ന്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഹദീസ് ഇങ്ങനെയാണ്, അതുകൊണ്ട് പ്രിയമുള്ളവര്, അള്ളാഹുവേ എന്റെ പാപം പുറത്തു തരണേ എന്ന് പറയാൻ നമസ്കാരം കഴിഞ്ഞുള്ള സമയം മാത്രം നമ്മൾ കാത്തിരിക്കേണ്ടതില്ല. ഖുർആൻ ഓതിക്കഴിഞ്ഞുള്ള സമയം മാത്രം നമ്മൾ കാത്തിരിക്കേണ്ടതില്ല. നമ്മൾ ജോലി ചെയ്യുന്നതിനിടയ്ക്കും പള്ളി കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് റൂമിലേക്ക് പോകുന്ന സമയത്തും എല്ലാ സമയത്തും നമുക്കൊരു ഇബാദത്ത് അള്ളാഹു ബ്ലോക്ക് ചെയ്തിട്ടുള്ളപ്പോഴാണ്. നമ്മൾ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്, അല്ലെ? ആ സമയത്ത് നമുക്ക് പറ്റില്ല. അതല്ലാത്ത ഏത് സമയത്ത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മൾ അസ്തഗ്ഫിറുല്ലാഹിൽ അലീം വഅതൂബു ഇലൈഹി എന്നിങ്ങനെ ആവർത്തിച്ച് മനസ്സറിഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കണം. പണ്ഡിതന്മാർ പറയുന്നത്, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യാനും തൗബ ചെയ്യാനും ഒരു പ്രത്യേക സമയം മാത്രം മാറ്റി വെച്ചിട്ട് റമദാനിന്റെ വിലപ്പെട്ട സമയങ്ങളെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് റൂമിലേക്ക് പോകുമ്പോൾ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ നടന്നു പോകുമ്പോഴൊക്കെ ആ സമയത്തെല്ലാം അസ്തഗ്ഫിറുല്ലാഹിൽ അലീം വഅതൂബു ഇലൈഹി ആത്മാർത്ഥമായി നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മള് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓരോ ദിവസവും ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ഒരു ഇൽമ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് പരമാവധി നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേരുക. ലഭിക്കുന്ന ആ ഇൽമുകൾ, അറിവുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിലെ അവസാന നിമിഷം ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ എപ്പോഴും ഓർക്കുക. ഏതെങ്കിലും ഒരു സമയമല്ല, മറിച്ച് എപ്പോഴും ഇസ്തിഗ്ഫാറും തൗബയും ചെയ്തുകൊണ്ടിരിക്കുക.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ദാസന്മാരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.